പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത, ഈ ഒരു ISL സീസണിൽ ഏതൊക്കെ ക്ലബ്ബുകൾ പുറത്തായി എന്നൊന്ന് നോക്കാം. നിലവിൽ കിരീടം നേടാൻ ചാൻസ് ഉള്ളത് വളരെ ചുരുക്കം ചില ക്ലബ്ബുകൾ മാത്രമാണ്. ഇതിനോടകം തന്നെ ഈ ഒരു സീസണിൽ നിന്നും 7 ISL ക്ലബ്ബുകളാണ് പുറത്തായിരിക്കുന്നത്. ഇന്റർ കാശി, ഒഡീഷ FC, കേരള ബ്ലാസ്റ്റേഴ്സ്, സ്പോർട്ടിംഗ് ഡൽഹി, ചെന്നൈയിൻ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, മുഹമ്മദൻ SC എന്നീ ക്ലബ്ബുകളാണ് ഈ ഒരു സീസണിൽ നിന്നും പുറത്തായിട്ടുള്ളത്. ഇത് ലീഗിൽ നിന്നും ഏതാണ്ട് റെലഗേറ്റ് ആയി എന്ന് ഉറപ്പായിട്ടുള്ളത് മുഹമ്മദൻ SC തന്നെയാണ്. 10 മത്സരങ്ങൾ കളിച്ച മുഹമ്മദൻ SCക്ക് വെറും 3 പോയിന്റുകൾ മാത്രമാണ് ഉള്ളത്. ലീഗിൽ നിലവിൽ 14ാം സ്ഥാനത്താണ് മുഹമ്മദൻ SC ഉള്ളത്. മുഹമ്മദൻ SC തന്നെയാണ് നിലവിൽ റെലഗേറ്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. 13ാം സ്ഥാനത്തുള്ള ഒഡീഷ FCക്ക് ആവട്ടെ 10 മത്സരങ്ങളിൽ നിന്നും 7 പോയിന്റുകളുണ്ട്. ലീഗിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാളാണ്. 21 പോയിന്റുകളാണ് ഈസ്റ്റ് ബംഗാളിനുള്ളത്. 2ാം സ്ഥാനത്ത് 11 മത്സരങ്ങൾ കളിച്ച ജംഷഡ്പൂർ FC ഉണ്ട്. 3ാം സ്ഥാനത്ത് 9 മത്സരങ്ങൾ കളിച്ച മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഉണ്ട്. 20 പോയിന്റുകളാണ് മോഹൻ ബഗാൻ ഉള്ളത്. എന്തായാലും ഏത് ക്ലബ്ബ് കിരീടം നേടുമെന്നെല്ലാം വരും ദിവസങ്ങളിൽ കാത്തിരുന്നവനെ കാണാം. അടുത്തൊരു വാർത്ത, വരുന്ന FIFA വേൾഡ് കപ്പിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ലോക ഫുട്ബോൾ ആരാധകരെല്ലാം വരുന്ന FIFA വേൾഡ് കപ്പിനായിട്ട് കാത്തിരിക്കുകയാണ്. FIFA വേൾഡ് കപ്പിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഇന്ത്യയിൽ ദൂരദർശൻ 2026 FIFA വേൾഡ് കപ്പ് സംരക്ഷണം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ചിലവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മറ്റു സ്വകാര്യ ചാനലുകളെല്ലാം ടെലികാസ്റ്റിൽ നിന്നും പിന്മാറിയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണാൻ കഴിയില്ല എന്ന സാഹചര്യം വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൊതു ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥാപനമായിട്ടുള്ള പ്രസാർ ഭാരതി ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സൗജന്യ സംരക്ഷണം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്ന വരുന്ന ലോകകപ്പ് ദൂരദർശനിൽ സംരക്ഷണം ചെയ്തേക്കുമെന്നാണ് നിലവിലിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.